ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നുള്ളത് തിരൂരാണ്. തിരൂർ നമ്മളൊരു മോൺസ്റ്ററിനെ കാണാനായിട്ട് വന്നതാണ്. നമുക്കതിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഐറ്റം. എങ്ങനെയുണ്ട് സാധനം? ഈ വണ്ടി വരുന്നത് 2012 മോഡലാണ്. 2 വീൽ ഓട്ടോമാറ്റിക്കാണ് ഈ വണ്ടി വരുന്നത്. ഇതിൽ ഒരുപാട് കസ്റ്റം വർക്ക് എൻ്റെ ഓണർ ചെയ്തിട്ടുണ്ട്. ഒരുപാടെന്ന് പറഞ്ഞാൽ അത്യാവശ്യം വണ്ടി ഒരു മോൺസ്റ്റർ ലുക്കിൽ തന്നെ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ മോൺസ്റ്റർ ലുക്കിൽ തന്നെയാണ് വണ്ടി പണിതിറക്കിയിരിക്കുന്നത്. ഫ്രണ്ടിലെ ബമ്പേഴ്സ്, കാര്യങ്ങൾ, ലൈറ്റ്സ്, ഗ്രില്ല്, അതുപോലെ സ്നോർക്ക് എല്ലാം ആഡ് ചെയ്തേക്കുന്നതാണ്. വണ്ടി എനിക്ക് തോന്നുന്നു കുറച്ച് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്കിതിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനായിട്ട് നമുക്ക് ഒരാളെ വിളിക്കാം. ആളാണ് ഈ വണ്ടി ഇങ്ങനെ ആക്കിയെടുത്തതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആളെ തന്നെ വിളിക്കാം. ബ്രോ, അപ്പോൾ ഇതാണ് ആൾ. ബ്രോ പേരെന്താണ്? ഷാരോൺ. അപ്പോൾ ബ്രോ ബാക്കി ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ആൾ പറഞ്ഞു തരും. ബ്രോ, അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്? നിലവിൽ നമ്മൾ ഫ്രണ്ട് ബമ്പർ കസ്റ്റമൈസാണ്. ഓക്കെ. പിന്നെ ലൈറ്റ് പിന്നെ ഗ്രില്ല് എല്ലാം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒക്കെ ചേഞ്ച് ചെയ്തേക്കണം. പിന്നെ സൈഡിൽ നമ്മൾ സ്നോർക്കൽ കൊടുത്താണ്. സ്നോർക്കൽ അത് വർക്കിംഗ് ആണോ അതോ വർക്കിംഗ് അല്ല? ഡമ്മിയാണ്. പിന്നെ ടയർ വീല് മാറിയിട്ടുണ്ടല്ലേ? വീല് വരുന്നത് 2 ഇഞ്ച് ലിഫ്റ്റഡ് ആണ്. 2 ഇഞ്ച് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. സസ്പെൻഷൻ ലിഫ്റ്റ് ആണോ അതോ മറ്റേ നമ്മുടെ കട്ടിട്ട്? ഓക്കെ. പിന്നെ നമ്മൾ ചെയ്തത് സൈഡ് എക്സോസ്റ്റ് അടിച്ചിട്ടുള്ള സൈഡ് എക്സിറ്റ് അല്ല, എക്സോസ്റ്റ്. ഗെയിം 17 അടിച്ചത്. ഓക്കെ. ഗെയിം 17 എല്ലാവർക്കും അറിയില്ലേ? പിന്നെ ഗെയിം 17 അറിയാം. അടിച്ചു. പിന്നെ നമ്മൾ ചർച്ച് ലൈറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മുകളിൽ കേരിയർ, പിന്നെ ബാറ്റ്മാൻ്റെ ഒരു മിറർ കപ്പ് സ്റ്റെപ്പ് ചെയ്ത് എന്ന് വെച്ചാൽ ആഡ് ചെയ്തിരിക്കണം. ഓക്കെ. പിന്നെ നമ്മൾ ചെയ്തത് റാപ്പിംഗ് ആണല്ലേ? പിന്നെ ഫ്രണ്ടിൽ ബോണറ്റ് കാർബൺ ഡിപ്പാണോ അതോ സ്റ്റിക്കറാണ്? സ്റ്റിക്കർ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കിലെ സ്റ്റെപ്പിന് സെറ്റ് ചെയ്തേക്കുന്ന ഒന്ന് കണ്ടുപോകാം. ടേൽഗേറ്റിൽ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞു. അതെങ്ങനെയാണെന്ന് കണ്ടുപോകാം. കാരണം അധികമൊന്നും ഫോർച്യൂണറിൽ ഞാൻ ഈ സ്റ്റെപ്പിന് ബാക്കിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് കണ്ടിട്ടില്ല. നമുക്കൊന്ന് ചോദിച്ചു നോക്കാം ബ്രോയുടെ അടുത്ത് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ബ്രോ അതിനെക്കുറിച്ചൊന്ന് പറയാമോ? എങ്ങനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സ്റ്റാൻഡാണ്. ഒരു സ്റ്റാൻഡിന്മേ ഇതൊരു വെൽഡ് ചെയ്ത് വെച്ചതാണ്. ഹാൻഡ് മെയ്ഡാണ്. ഓക്കെ. അപ്പോൾ ഇതിന്മേ നമ്മൾ ജീപ്പിൻ്റെ ബാക്കിലേക്ക് വെക്കണ മാതിരി ഒരു സ്റ്റെപ്പിന് വെക്കുന്ന ഒരു സാധനമുണ്ട്. ജീപ്പിൻ്റെ ബാക്കിലേക്ക് വെക്കണ ജിപ്സിയുടെ ബാക്കിലൊക്കെ അതേമാതിരി സാധനം ഉണ്ട്. അത് വെച്ചുകൊണ്ട് വെൽഡ് ചെയ്ത് വെച്ചുകൊണ്ട് ചെയ്താണിത്. പിന്നെ 8 വോൾട്ട് ഇടുക. പിന്നെ വരുന്നത് ഇതിവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ക്ലിപ്പ് ഉണ്ട് ഇവിടെ. ഈ ക്ലിപ്പ് ഇങ്ങനെ പൊന്തിച്ച് കഴിഞ്ഞാൽ തന്നെ ഇതുകൊണ്ട് ഓപ്പൺ ആയി. ഓക്കെ. പിന്നെ ഇവിടെ ലോക്ക് സെറ്റ് വരുന്നുണ്ട്. ഇത് കസ്റ്റം ചെയ്തതാണ്. ഓക്കെ. പിന്നെ ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കിയാൽ തന്നെ ക്ലോസ് ആയി. ലോക്കായി. വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഇത് ജസ്റ്റ് പുള്ളി സാധനം പോകുന്നു. ജസ്റ്റ് ഒന്ന് പൊന്തിച്ചാൽ തന്നെ ക്ലിപ്പ് ഇതായെന്ന് അറിയില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് പൊന്തിച്ചാൽ തന്നെ സാധനം പോകുന്നു. ഓക്കെ. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഡിക്കി ഓപ്പൺ ആക്കാൻ പറ്റുള്ളൂ. കാരണം ഇത് എക്സ്ട്രാ ഇങ്ങനെ ഇതാക്കി കണ്ട ഡിക്കി ഓപ്പൺ ആക്കാൻ പറ്റുള്ളൂ. ഈ ലെവലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ. ഡിക്കി ക്ലോസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നേരെ സ്റ്റെപ്പിന് ഹോൾഡർ ക്ലോസ് ചെയ്യുക. അപ്പോൾ ഇതൊരു വെറൈറ്റി നമ്മൾ തന്നെ ചെയ്തതല്ലേ? അധികം വണ്ടിമേലുണ്ട്. പക്ഷെ അവരിതൊക്കെ ചെയ്യുമ്പോൾ സൈഡിക്കാക്കിയിട്ടും കുറച്ച് ഇങ്ങോട്ടാക്കിയിട്ടൊക്കെയാണ്, പിന്നെ ഒന്ന് വൈഡ് ആക്കിയിട്ടൊക്കെയാണ് ചെയ്തത്. പക്ഷെ ഇതൊന്നും കറക്റ്റ് ആ ഒരു ലെവലിൽ ചെയ്തതാണ്. ഓക്കെ. അപ്പോൾ അതിൻ്റെ പ്രവർത്തനം കണ്ടല്ലോ. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോർച്യൂണറിൻ്റെ ഇൻറ്റീരിയർ വരുന്നത്. ഇൻറ്റീരിയറിൽ കുറേ അധികം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതിൽ മെയിനായിട്ടുള്ള മാറ്റം നമ്മുടെ സ്റ്റിയറിംഗ് വീൽ തന്നെയാണ്. സ്റ്റിയറിംഗ് വീലാണിത്. GR-ൻ്റെ സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. ഇതിന് കസ്റ്റം ചെയ്തിരിക്കുന്നതാണ്, മാറ്റിയിരിക്കുന്നതാണ്. സ്റ്റോക്ക് വരുന്നത് നമ്മുടെ നോർമൽ സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. ഈ വണ്ടിയുടെ ഔട്ടർ ലുക്കിനോട് ചേരുന്ന രീതി തന്നെയാണ് ഇതിൻ്റെ സ്റ്റിയറിങ്ങിൻ്റെ ഒരു ലുക്കും കൂടെ വന്നിരിക്കുന്നത്. കാരണം നോർമൽ സ്റ്റോക്ക് വരുന്ന സ്റ്റിയറിംഗ് വീൽ ഒരു ക്ലാസിക് ലുക്കാണ്, ഒരു സ്പോർട്ടി ലുക്കല്ലല്ലോ. അതുപോലെ മറ്റു മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ സൈഡിലൊരു ഗ്രാവൽ ഹാൻഡ് കൊടുത്തിട്ടുണ്ട്. അതും ഒരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി. നമ്മൾ നിലവിൽ ഇപ്പം കേരളത്തിലൊന്നും അധികം കണ്ടുവരാത്ത രീതിയിലുള്ളൊരു ഗ്രാവ് ഹാൻഡിലാണ് ചെയ്തിരിക്കുന്നത്. ഈ സൈഡിലും ആ സൈഡിലും അത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു മീറ്റർ കൊടുത്തിട്ടുണ്ട്. RPM മീറ്ററാണ്. അതുപോലെ ബാക്കി ആംബിയൻ ലൈറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്. സീറ്റ്സ് എല്ലാം ലെതർ ഫിനിഷ്ഡാണ് വരുന്നത്. ഒരു മെറൂൺ റെഡ് കളറിലാണ് സീറ്റ് കാര്യങ്ങളെല്ലാം വരുന്നത്. റൂഫ് എല്ലാം ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഗിയർ നോബും ചെറിയ ചേഞ്ച് വരുത്തിയിട്ടുണ്ട്.
ഒരു ടൊയോട്ടയുടെ സിമ്പിളോടുകൂടി വരുന്ന ഒരു സ്റ്റിയറിംഗ് ഗിയർ നോബാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത്രയാണ് ഇൻറ്റീരിയറിൽ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ടൊന്ന് കേട്ട് നോക്കാം. ബ്രോ ഒന്ന് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ ബ്രോ, എങ്ങനെയുണ്ട് ഐറ്റം? പൊളിയല്ലേ? അപ്പോൾ ബ്രോ 7 ലക്ഷം രൂപ അടുത്തായി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഇതിൽ അത്രയും രൂപയിൽ ചെയ്യാനായിട്ട് ഉണ്ടായത്? നമ്മൾ 2 ലക്ഷം ഉറുപ്പിക അടുത്ത് തന്നെ നമ്മൾ ഇത് ചെയ്തിരിക്കണം, എന്താ പറയുക, സർവീസ് കാര്യങ്ങൾ ഷോറൂമിൽ നിന്ന്. അതല്ലേ, എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂളൻ്റ്, പിന്നെ അതേമാതിരി ബ്രേക്ക് പാഡ്, പിന്നെ ലിഫ്റ്റ് ചെയ്യുമ്പോൾ ഓരോരോ നെറ്റ് ബോൾട്ട് കാര്യങ്ങളൊക്കെ മാറ്റേണ്ട ഇതൊക്കെ വരും. അപ്പോൾ ആ ഫുള്ള് ബോഡി സർവീസ് കഴിഞ്ഞതാണ്. അപ്പോൾ ആരും പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വിശ്വസിക്കാനൊക്കെ പണിയാവും. ഷോറൂമിൽ കയറ്റി എങ്ങനെ കോസ്റ്റ് എന്നുള്ള നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ആ ഒരു തന്നെ എല്ലാ വർക്ക് കൂടിയാണ് ഞാൻ പറഞ്ഞത്. മൊത്തത്തിൽ ബാക്കി വർക്ക് കസ്റ്റമർക്ക് എല്ലാം കൂടി 7 ലക്ഷം രൂപ എടുക്കും. ഒരു ഫോർച്യൂണർ എടുക്കേണ്ട പൈസ തന്നെ. അത് തന്നെ. അതെ, 2012 ഒരു ഫോർച്യൂണർ എടുത്തു കഴിയുമ്പോഴത്തേക്കും ആ റേറ്റ് തന്നെ. ഇപ്പോൾ ഒരു ഫോർച്യൂണർ എടുക്കേണ്ട റേറ്റ് തന്നെ. പിന്നെ റീവണ്ടി ആയിരുന്നു. അതാണ് ഒന്നാകെ ബോഡിയൊക്കെ നെറ്റ് ബോൾട്ട് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത് നമുക്കൊന്ന് ലെവലാക്കി എടുത്താണ്. അപ്പോൾ അങ്ങനെയാണ്. ബ്രോ പേര് പറഞ്ഞു മറന്നുപോയി. ഷാരോൺ ബ്രോ ആണ് അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. വണ്ടി ഇതിൻ്റെ ഓണർ പുറത്താണ്. അപ്പോൾ പുള്ളി ഇവിടെ ഇല്ലാത്ത സമയത്ത് ആളുടെ കയ്യിലാണ് വണ്ടി ഫുൾ ടൈം. ഇതിൻ്റെ പുറകെ കടന്ന് ആളുടെ ഒരു എന്താ പറയുക, വണ്ടിയോടുള്ളൊരു അമിതമായ ഭ്രാന്ത് മൂലം നമുക്ക് വേണ്ടി പറയാം. അങ്ങനെ പുറകെ നടന്ന് ഇതിങ്ങനെ ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് എല്ലാം വർക്ക് ചെയ്ത് ഓരോന്നും ഓരോ നെറ്റ് ബോൾട്ട് അടക്കം എല്ലാം ചേഞ്ച് ചെയ്ത് ഇങ്ങനെ ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് ഈ വണ്ടിയാക്കി മാറ്റിയത് ഷാരോൺ ബ്രോ ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓണറെ ഒന്ന് കാണാം. ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് ഓണറുടെ അടുത്തോടെ ചോദിക്കാം. എങ്ങനെയുണ്ട്, പുള്ളിക്ക് ഇഷ്ടപ്പെട്ടോ? ഷാരോൺ ബ്രോയുടെ ഐഡിയയിലാണ് കുറേയൊക്കെ വണ്ടി പണിതിരിക്കുന്നത്. അപ്പം പുള്ളിയുടെ ഇഷ്ടങ്ങളും കൂടെ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഓണർ. ബ്രോ പേര് പറഞ്ഞു? എൻ്റെ പേര് സോനു. മൈക്ക് പിടിച്ചിട്ട് പറഞ്ഞു. സോനു. അപ്പോൾ സോനു ബ്രോ ആണ് വണ്ടിയുടെ ഓണർ. ആൾ പുറത്താണ്. അപ്പോൾ ബ്രോ എവിടെയാണ്? ദുബായിലാണോ? ഞാൻ ദുബായിൽ അജ്മാലിലാണ്. എന്ത് ചെയ്യുന്നു? എനിക്കവിടെ ഗ്യാസിൻ്റെ പരിപാടി, ഗ്യാസിൻ്റെ ഏജൻസിയാണ്. ഓക്കെ. അപ്പോൾ ആളുടെയാണ് വണ്ടി. നമ്മുടെ ഷാരോൺ ബ്രോയുടെ അടുത്ത് കൊടുത്തിട്ട് എല്ലാ വർക്കും കാര്യങ്ങളും ചെയ്യാൻ പറഞ്ഞിട്ട് പോയതാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ബ്രോ? വന്നപ്പം വണ്ടി കണ്ടപ്പോൾ ഉള്ളൊരു കുഴപ്പമൊന്നുമില്ല, ഉഷാറായി. കണ്ടില്ലേ? അതല്ലേ, നമ്മളെ കുറേ കാലമായിട്ട് അറിയണ ഒരു ഫ്രണ്ടാണ്. നമ്മളെ നെയ്ബേഴ്സ് ഒന്നല്ല, കുറച്ച് അപ്പുറത്താണ്. ഒരു 15 കിലോമീറ്റർ ഡിഫറൻസ് ഞങ്ങൾ വരുന്നുണ്ട്. ഓക്കെ. പക്ഷേ ഇവിടെ ഡെയിലി നമ്മുടെ അടുത്ത് കയറില്ലേ, മെയിൻ കമ്പനിയാണ്. അതല്ലേ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു പ്ലാൻ ഇട്ടാണ് വണ്ടി ഇങ്ങനെ ബിൽഡ് ചെയ്യണമെന്ന്. കുറേ അപമാനങ്ങളൊക്കെ ചെയ്തതാണ്. ചെയ്ത് നോക്കിയപ്പോൾ വിചാരിച്ചതിനായിട്ടില്ല. ആരും ഒരു നെഗറ്റീവ് ആരും പറഞ്ഞിട്ടില്ല. നല്ല അഭിപ്രായം, മൊത്തത്തിൽ നല്ല അഭിപ്രായം. കുറെ ആൾക്കാർ നെഗറ്റീവ് പറഞ്ഞു, വണ്ടി പോരാ, തവള വണ്ടിയാണ്, വണ്ടി കാണാൻ ലുക്കില്ല. ഫുള്ള് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എല്ലാരും നെറ്റിയത്. എല്ലാരും നെറ്റിപ്പോയി. എല്ലാരും പറയുന്നത് 4-2 എന്തിനാണ് നമ്മൾ അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു നമ്മുടെ അടുത്ത് ഉള്ളതുമല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഉള്ളത് വെച്ച് കളിച്ച് അത്ര തന്നെ. അപ്പോൾ കളറ് കാര്യങ്ങളെല്ലാം ഷാരോൺ ബ്രോ ആണോ അതോ സോനു ബ്രോ ആണോ സെലക്ട് ചെയ്തത്? ഞാൻ പറഞ്ഞത്. അതെ. ഈ ഒരു കളർ ചൂസ് ചെയ്യാനുള്ള എന്തെങ്കിലും കാരണങ്ങളോ എന്തെങ്കിലും? മറ്റേ ഒരു SUV വണ്ടിയല്ലേ, കാറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ക്യാൻഡി കളേഴ്സ് ഒക്കെ ചെയ്യാലോ. ഇത് പറയുമ്പോൾ ഒരു ഡാർക്ക്, ഇത് 3 കളറാണ്. ഇത് രാവിലെ ഗ്രീൻ ആണെങ്കിൽ ഉച്ചക്ക് ഒരു നല്ല വെയിലത്ത് കിട്ടുകയാണെങ്കിൽ ഒരു ഗോൾഡ് ഷെയ്ഡ് വരും. രാത്രി നമ്മൾ വണ്ടി വീട്ടിലെത്തി ഗ്യാരേജിലൊക്കെ നിർത്തുമ്പോൾ ബ്ലാക്ക് കളർ, തനി ബ്ലാക്ക്. അങ്ങനെ 3 കളേഴ്സ് ഇതിൽ വരുന്നുണ്ട്. പിന്നെ കാർബൺ ഫൈബർ ഇത് സ്റ്റിക്കർ ആട്ടോ, വുഡ് കാർബൺ സ്റ്റിക്കർ കാർബൺ ചെയ്തിട്ടുണ്ട്. പിന്നെ മെയിൻ ഗ്ലാസും ഒരു ടിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഈ കളറ് നമ്മൾ റാപ്പ് ചെയ്യാന്നുള്ളത് പെയിൻറ്റ് ചെയ്യാൻ ഇറക്കി മാറ്റാന്നുള്ള ഇതിലാണോ പെയിൻറ്റ് ചെയ്യാത്തത് അതോ? അല്ല, റാപ്പിംഗ് നമ്മൾ ചെയ്യല് കൂടുതൽ. അതല്ലേ, റാപ്പിംഗ് ആകുമ്പോൾ ഞാൻ എന്തെങ്കിലും ഇഷ്യൂസ് വന്നാലും ചേഞ്ച് ചെയ്യാം. അപ്പോൾ സ്റ്റോക്ക് ഏതാ കളർ വരുന്നത്? വൈറ്റ് ആണോ വേണ്ടി അതോ? സ്റ്റോക്ക് സിൽവർ കളറാണ്. ഓക്കെ. ഇതൊക്കെ കസ്റ്റമേഡാ, നമ്പർ പ്ലേറ്റ് ആണ് നോക്കിയാലും. ഇത് ഞാൻ പുറത്തുനിന്ന് കൊടുക്കുന്നതാണ്. ഇത് എന്ത് കോസ്റ്റ് 2 ലൈറ്റ്? ഇത് നമുക്ക് അവിടെ 200 ദിർഹംസ് ആ റേഞ്ച് വരുന്നുള്ളൂ. നാട്ടിലെ ഒരു പീസിനൊക്കെ 13,500 ആ റേഞ്ച് വരുന്നുണ്ട്. അതെ, ഒത്തിരി നല്ല റേറ്റ് അവിടെ മേടിക്കുമ്പോൾ നല്ല റേറ്റ് ആവും. അവിടെ ടൊയോട്ടയുടെ എംബ്ലം ചെയ്തില്ല, ഇത് നമ്മളെ ഫ്രണ്ട് വെറുതെ ചെയ്തതാണ്. പിന്നെ അങ്ങനെ ഇരുന്നോട്ടെ, രസം. അതൊരു വെറൈറ്റി ഏതായാലും ഇങ്ങനെ ചെയ്ത് അതൊന്ന് ഇരുന്നോട്ടെ വിചാരിച്ച് അങ്ങനെ ചെയ്ത. സൈഡ് മിററൊക്കെ കസ്റ്റം ചെയ്താട്ടോ, ബാറ്റ്മാൻ്റെ. ഫോർച്യൂണർ ഈ ഒരു മോഡല് 12 മോഡല്
വണ്ടിക്ക് വരുന്നില്ല, ബാറ്റ്മാൻ കപ്പ് വരുന്നില്ല. ഇത് അതിന്മേൽ തന്നെ ഫൈബർ ചെയ്ത് പെയിന്റ് അടിച്ചാണ് നമ്മളെ ഫ്രണ്ട് ചെയ്തതാണ്. ഈ റാപ്പിംഗ് ചെയ്ത ആൾ തന്നെ ഉണ്ട്, സായത് പറയും, മുപ്പരാൾ ചെയ്തതാണ്. അത് ഇവിടുത്തെ കസ്റ്റം ഏതെങ്കിലും ഇതാണോ, ഗ്യാരേജ് ആണോ അതോ? ഇവിടെ ഷോപ്പുണ്ട്, 09 പെർഫോമൻസ് പറഞ്ഞിട്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ അത്രയാണ് ഇതിൻ്റെ അകത്ത് വിശേഷങ്ങൾ നമുക്കിപ്പോൾ പറയാനുള്ളത്. നമുക്ക് ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ നമ്മൾ നേരത്തെ കണ്ടിരുന്നു. നമുക്കൊരു ഡ്രൈവ് നോക്കാം വണ്ടി എങ്ങനെയുണ്ടെന്ന്. അതിൻ്റെ അപ്പോൾ ഇത്രയൊക്കെയാണ് ഫോർച്യൂണറിൻ്റെ വിശേഷങ്ങൾ. വണ്ടി ഒരു രക്ഷയില്ലാത്ത വണ്ടിയാണ്, നിങ്ങൾ കണ്ടല്ലോ. സോനി ബ്രോ അത് കിഡിലനായിട്ട് മോഡിഫൈ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള മോഡിഫൈഡും അല്ലാത്തതുമായുള്ള പല വണ്ടികളുടെ റിവ്യൂസും കാര്യങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരെയും ബൈ.